ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ 9ാമത്തെ യൂണിറ്റ് സോഷ്യൽ സയൻസ് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. ഇതിൽ ഈ പാഠഭാഗം കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ പഠനോപകരണങ്ങളും അതുപോലെ തന്നെ ടീച്ചിങ് മാനുവലും ധാരാളം പഠന പ്രവർത്തനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് ഈ പാഠഭാഗത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഉപകരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച്, ഗൂഗിളിലെ ഭൂപടം ഉപയോഗിച്ച് എത്ര സൗകര്യപ്രദമായിട്ടാണ് ഓരോരുത്തരും യാത്ര ചെയ്യുന്നതെന്നുള്ള ഉദാഹരണത്തിൽ നിന്ന് പാഠം ആരംഭിക്കാൻ സാധിക്കും. കൂടാതെ വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്പ് മുഖാന്തരം ഒരു ട്രെയിൻ പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സ്ഥലം, വിവിധ സ്ഥലങ്ങളിൽ നിർത്തുന്ന സ്ഥലം തുടങ്ങിയ ഒട്ടനേകം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തന്നെയുമല്ല, നമുക്ക് ഈ അടുത്തുണ്ടായ ചൂരൽമലയിലെയും അർജുൻ എന്ന ലോറി അടക്കം മുങ്ങിപ്പോയ ഒരു വ്യക്തിയുടെയും പത്രക്കട്ടിങ്ങുകൾ മറ്റും നൽകിക്കൊണ്ട് എങ്ങനെയാണ് ആ ലോറി ലൊക്കേറ്റ് ചെയ്തത്, കണ്ടെത്തിയത്, അതുപോലെ ഡ്രോണും ആകാശീയ ഉപഗ്രഹങ്ങൾ വഴി ഡ്രോണൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് വാർത്തകളും കാര്യങ്ങളും വസ്തുതകളും ചൂരൽമലയിൽ നിന്നും ഉരുൾപൊട്ടൽ മൂലം കഷ്ടപ്പെട്ടവരുടെ ദുരന്തങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ട് ചോദിക്കാനായിട്ട് ടീച്ചർക്ക് സാധിക്കും. തുടർന്ന് അധ്യാപിക എല്ലാ കുട്ടികൾക്കും ഒരു A4 ഷീറ്റ് നൽകുന്നു. അത് 4ആക്കി മടക്കി പ്രധാന ദിക്കുകൾ അടയാളപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയാൽ മതിയാകും. തുടർന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കേന്ദ്രത്തിലേക്ക് മടക്കുക. അപ്പോൾ ലഭിക്കുന്ന മറ്റ് 4 ദിക്കുകൾ കൂടി എഴുതുക. ഉദാഹരണത്തിന് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നെഴുതിയ കുട്ടികൾക്ക് നോർത്ത് ഈസ്റ്റ് എന്നുള്ളത് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് തുടങ്ങിയ ദിക്കുകൾ കൂടി ലഭിക്കുന്നു. ഒരിക്കൽ കൂടി പേപ്പർ മടക്കിക്കൊണ്ട് ഒരു പ്രാവശ്യം കൂടി കേന്ദ്രത്തിലേക്ക് മടക്കുമ്പോൾ മറ്റ് 8 ദിക്കുകൾ കൂടി ലഭിക്കുന്നു. അവയെ കൂടി നമുക്ക് അടയാളപ്പെടുത്താൻ കുട്ടികളോട് ആവശ്യപ്പെടാം. തുടർന്ന് അത് കുട്ടികൾക്ക് പരിചിതമാണ്. കിഴക്ക് കിഴക്ക് മൺസൂൺ, വടക്ക് കിഴക്ക് മൺസൂൺ, വടക്ക് വടക്ക് കിഴക്കൻ മൺസൂൺ, ഇങ്ങനെയുള്ള കാലാവസ്ഥയെ പറ്റിയുള്ള വാർത്തകൾ കുട്ടികൾ വളരെയധികം സുപരിചിതമാണ് മുൻ ക്ലാസ്സുകളിൽ. തുടർന്ന് ഇതുപോലെ അത് കേന്ദ്രഭാഗമല്ല, മറ്റു ഭാഗം കീറിക്കളഞ്ഞ് ഇതുപോലെ വൃത്താകൃതിയിൽ കടലാസിൽ ഒരിക്കൽ കൂടി ഇപ്പോൾ പരിചയപ്പെട്ട ദിക്കുകൾ വളരെ പെട്ടെന്നൊരു മത്സര രീതിയിൽ അടയാളപ്പെടുത്തുവാനും കുട്ടികളോട് അധ്യാപിക ആവശ്യപ്പെടുന്നു. ഇത് ഭൂപടത്തെക്കുറിച്ച് മുഴുവൻ വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കളിയാണ്. തുടർന്ന് എല്ലാ ദിക്കുകളും അടയാളപ്പെടുത്തിയ ശേഷം അധ്യാപിക ഒരു പഞ്ചായത്തിൻ്റെ രൂപരേഖ വരയ്ക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ രൂപരേഖയിൽ ഉൾപ്പെടേണ്ട വാർഡുകളും അതിൽ സൂചിപ്പിക്കേണ്ട സൂചകങ്ങളും അധ്യാപിക ചാർട്ടിൽ പ്രദർശിപ്പിക്കുന്നു. ബോർഡിലോ ചാർട്ടിലോ ഈ ചിത്രം വരച്ച ശേഷം ദിക്കുകളുടെ ചെറിയ കുറിപ്പുകൾ, ചിറ്റ്സ് എഴുതിയത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു മത്സര രീതിയിൽ കുട്ടികൾക്ക് അത് ബോർഡിൽ വന്ന് എഴുതാനോ ഒട്ടിക്കാനോ കഴിയും. അതുമല്ലെങ്കിൽ ക്ലാസ്സിൽ വലിയൊരു വൃത്തം വരച്ച് കുട്ടികളുടെ ഈ ദിക്കുകൾ എഴുതിയ കാർഡുകൾ തൂക്കിയ കുട്ടികൾക്ക് വൃത്താകൃതിയിൽ നിൽക്കാനും സാധിക്കും. തുടർന്ന് കുട്ടികളുടെ കൈകളിലുള്ള ആ വൃത്താകൃതിയുള്ള കടലാസിൽ നിർദ്ദിഷ്ട നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പഞ്ചായത്ത് രൂപരേഖ വരയ്ക്കുന്ന പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചിത്രത്തിൽ ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കട്ടെ. പക്ഷേ ഭൂപടത്തിൽ ഉൾപ്പെടുത്തേണ്ട വസ്തുതകൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ അനുവർത്തിക്കണം. രൂപരേഖയുടെ ആകൃതി ഏതുമായിക്കൊള്ളട്ടെ, പഞ്ചായത്തിൽ 5 വാർഡുണ്ട്. പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തുകൂടി തെക്ക് വടക്ക് ദിശയിൽ ഒരു റെയിൽപാത കടന്നു പോകുന്നു. ഇതേ സമയം പേജ് നമ്പർ 149 റെയിൽപാത സൂചിപ്പിക്കുന്ന സൂചകം ടീച്ചർക്ക് ഉപയോഗപ്പെടുത്താം. പഞ്ചായത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നും വടക്ക് കിഴക്കൻ അതിർത്തിയിലേക്ക് ഒരു ടാറിട്ട റോഡ് പോകുന്നുണ്ട്. ഇനി ഈ റെയിൽപാത കുറുകെ കടന്നു പോകുന്നിടത്ത് കുറച്ച് പാർപ്പിടങ്ങളും ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അതുകൂടി കുട്ടികൾ അടയാളപ്പെടുത്തിട്ട് വീണ്ടും സൂചകങ്ങളിലേക്ക് പോവുക. പാഠപുസ്തകം 149 പേജിൽ തന്നിരിക്കുന്ന പാലം, ശ്മശാനം, കിണർ, പാർപ്പിടങ്ങൾ, അതുപോലെ തന്നെ റെയിൽപാത,
പിന്നെ സംസ്ഥാന പാത, ടാറിട്ട പാത, കല്ലുപാത, ഇതുപോലെയുള്ള എല്ലാ അടയാളങ്ങളും, എല്ലാ സൂചകങ്ങളും കുട്ടികൾ ഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ 1, 2 വാർഡുകൾ, 3, 4 വാർഡുകൾ കൃത്യമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 3, 4 വാർഡുകൾക്കിടയിലാണ് 5-ാം വാർഡ്. പാർപ്പിടങ്ങളാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വരയ്ക്കുകയല്ല, നിർദ്ദിഷ്ടമായ സൂചനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി വരച്ച് വീണ്ടും അത് കൈമാറി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്ത ശേഷം ടീച്ചർക്ക് ഈ പാഠഭാഗത്ത് വരുന്ന ടാസ്ക് കാർഡുകൾ നൽകാം. ടാസ്ക് കാർഡുകൾ സൂചിപ്പിക്കേണ്ടത് തോത്, ദിക്ക് പഠിച്ചു കഴിഞ്ഞു. ദിക്ക്, അതുപോലെ തന്നെ ഈ സൂചകങ്ങൾ 5 Ds, ഒരു ഭൂപടത്തിൻ്റെ 5 Dകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഡിമാർക്കേഷൻ, ഡിനോട്ട്സ്, ഡിസ്ക്രിപ്ഷൻ, ഡയറക്ഷൻസ്. ഇങ്ങനെ 5 Ds പരിചയപ്പെടുത്തുന്ന ഒരു ടാസ്ക് കാർഡുകൾ നൽകി കുട്ടികൾ അത് കണ്ടെത്തട്ടെ. അപ്പോൾ തോത് എന്താണ്? അതിനകത്ത് ചില ഭൂപടങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നു. അറ്റ്ലസിലുള്ള ഭൂപടങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മുടെ കൈകളിലുള്ള ഏത് ഭൂപടവുമാകട്ടെ. ഇതിനു മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സംസ്ഥാനങ്ങളും ജില്ലകളും അടങ്ങിയ രാഷ്ട്രീയ ഭൂപടമാകട്ടെ, ഏതും നൽകിക്കൊണ്ട് കുട്ടികളെ ഭൂപടങ്ങളുടെ ധർമ്മം എന്താണെന്ന് സൂചിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. പാഠഭാഗത്ത് മീശപ്പുലിമലയിലേക്ക് യാത്രയെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങളെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില സവിശേഷതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം. അതുപോലെ എന്താണ് ഭൂപടം എന്നുള്ളത് ഇപ്പോൾ ചെയ്ത പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിച്ച ചിത്രത്തെ സൂചിപ്പിക്കുന്നതാണ് ഭൂപടങ്ങൾ എന്നുള്ള നിർവചനത്തിലേക്കും എത്താം. തുടർന്ന് അധ്യാപിക ധാരാളം ഭൂപടങ്ങളെ പരിചയപ്പെടുത്തുന്നു. അറ്റ്ലസിലുള്ള രാഷ്ട്രീയ ഭൂപടം, സാംസ്കാരിക ഭൂപടം, ഭൗതിക ഭൂപടം, ഇതൊക്കെ ടാസ്ക് കാർഡുകൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കുട്ടികൾ ആദ്യം ഒരു വായനയിലൂടെ മാത്രം ലഭിക്കുന്ന വിവരങ്ങൾ പരസ്പരം അവതരിപ്പിക്കുന്നു. തുടർന്ന് ഓരോ ഭൂപടങ്ങളും നിർവഹിക്കുന്ന ദൗത്യം, ധർമ്മം എന്താണെന്ന് കൂടി കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇവിടെ നല്ലൊരു ടീച്ചിങ് എയ്ഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 വൃത്തങ്ങൾ, അവയിൽ ഒന്നിൽ ഭൂപടത്തിൻ്റെ പേര്, മറ്റതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ ഒരു ചക്രത്തിലുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത് അധ്യാപിക LCD പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഭൂപടങ്ങളുടെ ചരിത്രത്തെപ്പറ്റി, ആദ്യകാല രീതി, അതുപോലെ ഭൂപടങ്ങളുടെ ആദ്യകാല പരിഷ്കാര രീതികളിൽ പ്രധാനിയായിരുന്ന ടോളമി, ഭൂപടം എന്തെല്ലാമാണ് ഭൂപടത്തിലുണ്ടാകേണ്ടത് എന്നുള്ള ചില ധാരണകൾ ചിത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ച് ദിക്കുകൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കാം. കൂടാതെ ഭൂപടങ്ങളെ ഒന്ന് പട്ടികപ്പെടുത്താം. മണ്ണ് ഭൂപടം, ജനസംഖ്യാ ഭൂപടം, സാമ്പത്തിക ഭൂപടം, ജനസംഖ്യാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ആശയ ഭൂപടം, പ്രകൃതി വിഭവ ഭൂപടം എന്നിങ്ങനെ ഭൂപടങ്ങളെ പട്ടികപ്പെടുത്തുകയും അവയുടെ ഉപയോഗം ഒന്ന് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുന്നു. ഇതുപോലെ ഓരോ ഭൂപ്രകൃതി ഭൂപടങ്ങളുടെയും ധർമ്മം, പ്രകൃതിദത്തമായ സവിശേഷതകൾ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് ഓരോന്നും വിഷയാധിഷ്ഠിത ഭൂപടം എന്ന് വിളിക്കപ്പെടുന്നു. തുടങ്ങിയുള്ള പൊതുവായ കാര്യങ്ങൾ, ഗതാഗത ഭൂപടം, കാർഷിക ഭൂപടം തുടങ്ങിയ വസ്തുതകൾ കൂടി കുട്ടികൾക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്തുവാൻ അധ്യാപിക ശ്രദ്ധിക്കുന്നു. ഇനി എല്ലാ ഭൂപടങ്ങളും ഒരേ നിശ്ചിത അളവാണ്. ഒരു ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതിയിലും നീളത്തിലും വീതിയിലും നമുക്കത് കടലാസിലേക്ക് പകർത്താൻ സാധിക്കുമോ? അപ്പോൾ എങ്ങനെയാണ് തോത് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതും വീണ്ടും ചെയ്യാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? യഥാർത്ഥ അകലവും, ഒരു 2 സ്ഥലങ്ങളുടെ യഥാർത്ഥ അകലവും ഭൂതലത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത് എന്നുള്ള വസ്തുത കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് അവരുടെ ക്ലാസ് മുറിയുടെ നീളവും വീതിയും സെൻറ്റിമീറ്ററിൽ നൽകിയ ശേഷം അത് മീറ്ററിലേക്കാക്കാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ പുഴയുടെ നീളവും സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനെ കിലോമീറ്ററിലേക്കും മീറ്ററിലേക്കും ഒക്കെ മാറ്റുന്ന രീതിയും
പരിചയപ്പെടുത്തി കഴിയുമ്പോൾ കുട്ടികൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും അടയാളപ്പെടുത്തുകയും തുടർന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള പ്രസ്താവന രീതി, രേഖീയ രീതി, ഭിന്നക രീതി തുടങ്ങിയവ കൂടി ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. വിവരങ്ങൾ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്നതിനാണ് ഭൂപട വായന എന്ന് പറയുന്നത്. ആ ഒരു ശേഷി ഈ പാഠഭാഗത്തിൽ നിന്നും കുട്ടികൾക്ക് ഉണ്ടാകേണ്ടതാണ്. ലോകം, ഇന്ത്യ, കേരളം എന്നിവയുടെ രാഷ്ട്രീയ ഭൂപടം ഉദാഹരണമായി നൽകിക്കൊണ്ട് നമുക്ക് ഭൂപടങ്ങളെ കൂടുതൽ അടുത്തറിയാനായിട്ട് 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ആ 5 ഗ്രൂപ്പുകൾക്ക് കടലാസുകൾ നൽകിക്കൊണ്ട് ഒരു അറ്റ്ലസ് നിർമ്മാണം തന്നെ നടത്താവുന്നതാണ്. അപ്പോൾ ചെറിയ തോത് ഭൂപടവും വലിയ തോത് ഭൂപടത്തെ പറ്റിയുള്ള ചർച്ച സംഘടിപ്പിക്കുകയും എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസമെന്നും ഒരു ജില്ലയെ വലുതാക്കി ഒരു കേരളം എന്ന ഭൂപടത്തിൽ ഒരു ജില്ല അടയാളപ്പെടുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ടീച്ചർ കുട്ടികളുമായി ചർച്ച ചെയ്തു ടീച്ചർ വേഷം നൽകി ഉറപ്പിക്കുന്നു. അടുത്തതായി പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നത് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഭൂപട നിർമ്മാണമാണ്. അതിൽ ഒന്നാമത്തത് വിദൂര സംവേദനം. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ സ്ഥാനം എത്തിച്ചേരാനുള്ള വഴി എന്നിവ കണ്ടെത്തുന്ന പ്രവർത്തനമാണ്. സാമൂഹ്യശാസ്ത്ര പാഠഭാഗത്തെ ആദ്യം പഠിച്ച ചെങ്കോട്ട തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി വിദൂര സംവേദനം എങ്ങനെ സാധിക്കുന്നുവെന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ. എത്തിപ്പെടാൻ കഴിയാത്ത ഭൂപ്രദേശത്തിൻ്റെ വിവരങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ശേഖരിക്കാം എന്നുള്ള തരത്തിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള ധാരാളം വിദൂര സംവേദനത്തിൻ്റെ ഉപയോഗങ്ങൾ കൂടി കുട്ടികൾ കണ്ടെത്തി പറയാനായി ഒരു പ്രശ്നോത്തരി തന്നെ, ഒരു ക്വിസ് പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കാവുന്നതാണ്. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കുന്ന പ്രവർത്തനത്തിലേക്ക് കിടക്കാം. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ വഴി ലൈവ് ലൊക്കേഷൻ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന ഭാഗം വായിച്ച് കൃത്യമായിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനും അത് അവതരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ടീച്ചർ നൽകുന്നത്. കൂടാതെ ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൽ കുട്ടി പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുതകളെ ഒരു ചാർട്ട് കീറി മുറിച്ച് അതിൽ വ്യക്തമായി എഴുതിയ ശേഷം കുട്ടികൾക്ക് ഒന്ന് ഷഫിൾ ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് ക്രമീകരിച്ച് ആദ്യം ഏതെഴുതണം, പിന്നീട് എന്തെഴുതണം എന്നുള്ള തരത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു നല്ല ഒരു പ്രവർത്തനം കൂടി കൊടുത്തില്ല എങ്കിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ കുട്ടികൾ ഇത് എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ വിമാനങ്ങൾ, കപ്പലുകൾ, ട്രക്കുകൾ, ബസ്സുകൾ ഇവയിലൊക്കെ ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GPS മൃഗങ്ങളെ ട്രാക്ക് ചെയ്യാം, വ്യക്തികളെ ട്രാക്ക് ചെയ്യാം, വാഹനങ്ങളെ ട്രാക്ക് ചെയ്യാൻ ഏതെല്ലാം തീവണ്ടികളിൽ GPS അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും കുട്ടികൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികൾ കണ്ടെത്താനായി മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു ആശ്രയമാണ്. ഇന്ധനവും സമയവും മത്സ്യബന്ധനം കഴിഞ്ഞ് അടുത്ത മാർക്കറ്റിൽ എന്താണ് വില നിലവാരം എന്നുള്ള അറിയുന്നതിനൊക്കെ ഉള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് GPS. ISROയും NCERTയും സംയുക്തമായി കൊണ്ടുവന്നിട്ടുള്ള സ്കൂൾ ഭുവൻ ഉപഗ്രഹാധിഷ്ഠിത ലേണിംഗ് സംവിധാനം കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. സാമൂഹ്യശാസ്ത്ര നിരീക്ഷണ പുസ്തകത്തിൽ ഒരിക്കൽ കൂടി തോത് എങ്ങനെ കൃത്യമായി യഥാർത്ഥമായി കണ്ടെത്താൻ സാധിക്കും, അതുപോലെ തന്നെ ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയോ നദിയുടെയോ നീളം കണ്ടെത്തുന്നത്, പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖീയ രീതി ഇവയെല്ലാം അടയാളപ്പെടുത്തുകയും സ്വന്തം വരച്ച ഭൂപടത്തിലേക്ക് അവ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങൾ അധ്യാപിക നൽകുന്നു. അപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ, ഇത്ര മീറ്ററായും ഇത്ര കിലോമീറ്ററായിട്ടാണ് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കത്തക്ക രീതിയിൽ വടക്ക് നോക്കി യന്ത്രം കൂടി നേരത്തെ നടത്തിയ ആ കടലാസ് ദിശ അടയാളപ്പെടുത്തുന്ന അതുവഴി വടക്ക് നോക്കി യന്ത്രം കൂടി കുട്ടികൾക്ക് സൂചനകൾ നൽകി ഉറപ്പിക്കാവുന്നതാണ്. അംഗീകൃത നിറങ്ങൾ, അംഗീകൃത സൂചകങ്ങൾ തുടങ്ങിയവ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് വരച്ച് യോജിപ്പിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാനുള്ള വർക്ക്ഷീറ്റുകൾ ധാരാളം നൽകുന്നു. ഒരിക്കൽ കൂടി അവയെല്ലാം ഉറപ്പിക്കത്തക്ക രീതിയിലാണ് പാഠഭാഗത്തെ നമ്മൾ സംവേദിക്കേണ്ടത്. അപ്പോൾ ഭൂതലത്തിൽ ആകാശത്തു നിന്നും ലഭിക്കുന്ന ഈ ചിത്രങ്ങളെയൊക്കെ വീണ്ടും ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് ഭൂവിവര വ്യവസ്ഥ. ആ ഭൂവിവര വ്യവസ്ഥയെ കൂടി, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കൂടി അല്പം കൂടി പറഞ്ഞ് അതിൻ്റെ പ്രയോജനങ്ങൾ കൂടി പ്രതിപാദിച്ച് ഒരിക്കൽ കൂടി ഒരു നാസിൻ്റേതുപോലെയുള്ള ഒരു ക്വിസ്
ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുകയും അത് ചോദിക്കുകയും ചെയ്തുകൊണ്ട് കുട്ടികളെ വളരെ ഭംഗിയായിട്ട് ഈ പാഠഭാഗത്തെ ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു കാര്യം പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ മുതലായവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവ വിശകലനം ചെയ്ത് മറ്റ് ഭൂപടങ്ങളും മറ്റ് ആപ്പുകളുമാക്കി മാറ്റുന്നതാണ് ഭൂവിവര വ്യവസ്ഥ, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതുകൂടി കുട്ടികൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. തുടർന്ന് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് യൂണിറ്റ് ടെസ്റ്റ് കൂടി നടത്താവുന്നതാണ്. പട്ടികപ്പെടുത്തൽ വർക്ക്ഷീറ്റുകൾ വരച്ച് ചേർക്കാം. അതുപോലെ ചില ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി നടത്തിക്കൊണ്ട് ഒരു ഭൂപടം വരയ്ക്കാനുള്ള ഒരു രൂപരേഖ നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി നൽകിക്കൊണ്ട് പാഠഭാഗം അവസാനിപ്പിക്കുക. ഡിജിറ്റൽ മാഗസിൻ, വിദ്യാലയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കൽ, അതുപോലെ ISROയും NCERTയും തയ്യാറാക്കിയിട്ടുള്ള ഭുവൻ ഭൂപട നിർമ്മാണ സംവിധാനം പരിചയപ്പെടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാം.